തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്താണോ നിന്റെ മനസ്സിൽ അതാ നീ പറയേണ്ടത്, മനസ്സിലായല്ലോ? നീ പറഞ്ഞോടി. ഞാൻ ഇതുവരെ ഒരു കാര്യത്തിലും സ്വയം തീരുമാനം എടുത്തിട്ടില്ല. കുട്ടിക്കാലം മുതലേ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും മറ്റെന്ത് കാര്യമായാലും അത് ചെയ്യുന്നത് മമ്മിയാ. മമ്മി ചെയ്യുന്ന ഒരു കാര്യവും എനിക്ക് ദോഷമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിവാഹ കാര്യത്തിലും എന്റെ തീരുമാനം അത് തന്നെയാ. മമ്മി ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അയാളായിരിക്കും എന്റെ ഭർത്താവ്. കേട്ടല്ലോ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അച്ചടക്കത്തോടെ മക്കളെ വളർത്തുന്ന അമ്മമാർക്ക് കിട്ടുന്ന കൂലിയാ ദേ ഇവളിപ്പ എനിക്ക് തന്നത്. എന്നിലുള്ള വിശ്വാസം, ആ വിശ്വാസം വെച്ച് ഈ വിവാഹം നടത്താൻ എനിക്കറിയാം. ഇത്ര പെട്ടെന്ന് ഇവളൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല മമ്മി. ഞാനേ ഒട്ടും കരുതിയില്ല കേട്ടോ. ഇന്ദ്രജയെ പോലെ അല്ല വേദ. ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് വളരെ ആലോചിച്ചിട്ടാ. അത് ഷാർപ്പുമായിരിക്കും. അപ്പോ ഇത് ഏതാണ്ട് ഉറച്ചു അല്ലേ? ഏട്ടാ, വിവാഹം ഇനി എന്നാ നടത്തേണ്ടതെന്ന് ഏട്ടൻ തീരുമാനിച്ചാൽ മതി. ഞങ്ങളൊക്കെ ഓക്കെയാ. പത്മ, നമുക്ക് ആലോചിക്കാനുണ്ട്. എനിക്ക് ആലോചിക്കാനില്ല. അച്ഛാ, ഈ കുടുംബത്തിലുള്ള ചിലർക്ക് എന്നോടുള്ള അകലം അച്ഛന് നന്നായിട്ട് അറിയാലോ. ആ കൂട്ടത്തിൽ വേദയുണ്ട്. അമ്മയെ അനുസരിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ ഇവൾ എന്നെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇവളുടെ ഭാവി ജീവിതത്തിന്റെ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഈ ഇരിക്കുന്ന രഞ്ജിത്ത് എങ്ങനെയുള്ള ആളാണെന്ന് ആന്റിയും അങ്കിളും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. അതുകൊണ്ട് മാത്രം ഒരു വിവാഹം നടത്താൻ പറ്റില്ലല്ലോ. രഞ്ജിത്ത് എന്റെ സഹോദരിക്ക് ചേർന്ന ഒരാളാണോ എന്ന് ഞാൻ അന്വേഷിക്കുന്നു. എനിക്ക് പറ്റാവുന്ന എല്ലാ വിധത്തിലും ഞാൻ അന്വേഷിക്കും. അത് ഞാൻ ഇവളോട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഏട്ടാ, നിങ്ങളത് കാര്യമാക്കണ്ട. അവനിങ്ങനെയാ. കുടുംബത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കുകയാണെങ്കിൽ അവൻ അതിനെതിരെ നിൽക്കും. അതിന് അവന് അവൻ്റെതായിട്ടുള്ള ന്യായങ്ങളും ഉണ്ട്. പക്ഷേ ഏട്ട എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, അതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്റെ മോളുടെ ഭാഗ്യമായിരിക്കും. Hey brother, it's been fixed. വരട്ടെ ഹരിത, we have to discuss more. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആരോ എവിടുന്ന് കയറി വരിക, ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വിവാഹാലോചന നടത്തുക, എന്നിട്ട് ആ ആലോചന കേൾക്കുന്നതിന് മുമ്പേ അതിന് സമ്മതം മൂടുക. എന്താ നന്ദിനി ഈ കേൾക്കുന്നത്? ഇത് നല്ല ആലോചനയല്ലേ സർ? പത്മ മാഡത്തിന്റെ സ്വന്തം സഹോദരന്റെ മകനല്ലേ? നല്ല ആലോചനയോ? എടോ, തനിക്കെങ്ങനെ അറിയാം? അമ്മയുടെ സഹോദരൻ നല്ലവനാണോന്ന് തനിക്കറിയോ?
രഞ്ജിത്ത് നല്ലവനാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അങ്ങനെയല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? വന്നവര് 4 പേരും ഒരേ സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അത് സത്യമാവണമെന്നുണ്ടോ? സർ, അവര് വലിയ ബിസിനസ്സുകാരല്ലേ? ആ ബിസിനസ് മുഴുവൻ നോക്കി നടത്തുന്നത് ആ ചെക്കനല്ലേ? അതുകൊണ്ട് കാശുണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഒരുത്തൻ നല്ലവനാണെന്നുണ്ടോ?